എല്ലാവർക്കും ഇൻസൈറ്റ് PSCയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് പരീക്ഷ ലക്ഷ്യമാക്കി 2025 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് ആണ് അവതരിപ്പിക്കുന്നത്. ഓരോ വീഡിയോയിലും വിഷയങ്ങൾ തരംതിരിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദേശീയ തലത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട സ്പോർട്സ്, അപ്പോയിന്റ്മെന്റ്, ഇൻഡെക്സുകൾ തുടർന്ന് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നതാണ്. നമുക്കറിയാലോ, കേരള PSCയുടെ കുറിച്ച് നമുക്കറിയാം. എത്ര പഠിച്ചാലും പഠിക്കുന്നതിനപ്പുറമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ പ്രാധാന്യവും അന്തർദേശീയ പ്രാധാന്യമുള്ള വാർത്തകളിൽ നിന്നുള്ള എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ചാനൽ തുടർന്നുള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അടുത്തിടെ ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് 2025 പാർലമെന്റ് പാസാക്കി. എന്താണ് ഈ ഒരു ബില്ല് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? റിയൽ മണി ഗെയിമുകൾ നിരോധിക്കുക എന്നാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. Dream11, MPL, പോക്കർ ബാസി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇനി നിയമപരമായിരിക്കില്ല, അല്ലേ? അതായത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണം ഉൾക്കൊള്ളുന്ന ഗെയിമുകൾ നിരോധിക്കുകയും അവയുടെ പരസ്യങ്ങളും സാമ്പത്തിക ഇടപാടുകളും വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു നിയമം ലംഘിക്കുന്നവർക്ക് 5 വർഷം വരെ തടവും, ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണെങ്കിൽ 2 കോടി വരെ പിഴയും ലഭിക്കും. ഓർക്കുക, 5 വർഷം വരെ തടവും, ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണെങ്കിൽ 2 കോടി രൂപ വരെ പിഴ ലഭിക്കും. ഇനി ഗവൺമെന്റ് പണം ഉൾപ്പെടാത്ത സ്പോർട്സ് ഗെയിമുകളെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. PUBG പോലുള്ള ഗെയിമുകൾ നിരോധിച്ചിട്ടില്ല. അവ എന്താണ്? പണം ഇടപാട് ഉള്ളതല്ല. ഓർക്കുക, ഓർത്ത് വെച്ചുള്ള 2025 ഗെയിമിംഗ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം. 2025 ജൂലൈ 21 എന്ത് ചെയ്ത്? നമ്മുടെ ഉപരാഷ്ട്രപതി, 14ാമത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചു. റിസൈൻ ലെറ്റർ കൊടുത്തായിരുന്നു. അന്ന് ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 67A പ്രകാരമാണ് ദ്രൗപദി മുർമുവിന് എന്ത് ചെയ്തത്? നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു രാജി. അപ്പോൾ അതിനുശേഷം വൈസ് പ്രസിഡന്റ് എലക്ഷൻ നടന്നു. നിലവിലെ 15ാമത്തെ വൈസ് പ്രസിഡന്റായിട്ട് CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കുകയുണ്ടായിരുന്നു. തമിഴ്നാട് സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. ഇദ്ദേഹം BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു മത്സരിച്ചത്. ഇദ്ദേഹം മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ഗവർണറായിരുന്നു. ഓർത്തുക, മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും ഗവർണറായിരുന്നു. അതുപോലെ NDA സ്ഥാനാർത്ഥിയായിട്ട് ആരാണ്? B സുദർശൻ റെഡ്ഡി ആയിരുന്നു NDA സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ സ്ഥാനാർത്ഥിയായിട്ട്, ഇന്ത്യൻ സംഘടനയുടെ സ്ഥാനാർത്ഥിയായിട്ട് B സുദർശൻ ആയിരുന്നു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഇനി അടുത്ത് നോക്കാം. ലോകത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള ചരക്കു ട്രെയിനാണ് രുദ്രാസ്ത്ര. രുദ്രാസ്ത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമുള്ളതാണ്. ഇന്ത്യയിലാണത്. എത്ര കിലോമീറ്റർ ആണ്? 4.5 കിലോമീറ്റർ ആണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള ചരക്കു ട്രെയിനിന്റെ പേരാണ് രുദ്രാസ്ത്ര. ഇത് 4.5 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ന്യൂസിൽ കണ്ടതായിരുന്നു, ഉത്തരാഖണ്ഡില് എന്തിനുണ്ടായിരുന്നു? മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു. ഒരു ഗ്രാമം ഫുള്ളായിട്ട് ഒലിച്ചു പോകുന്ന വീഡിയോകളൊക്കെ നമ്മൾ ന്യൂസിനകത്ത് കണ്ടായിരുന്നു. ദരാലി എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലായിരുന്നു ഈ ഒരു പ്രളയം ഉണ്ടായിരുന്നത്. ഈ മേഘവിസ്ഫോടനം എന്ന് നമുക്ക് സർവ്വസാധാരണയായിട്ട് ഇപ്പം കേൾക്കുന്നതാണ്. എന്താണ് മേഘവിസ്ഫോടനം എന്ന് പഠിച്ചു വെച്ചേക്കാം. സാധാരണയായി 1 മണിക്കൂറിനുള്ളിൽ 100 mm അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ കൂടുതൽ മഴ ഒരു ചെറിയ പ്രദേശത്ത് ലഭിക്കുന്നതിനെയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. സുഹൃത്തുക്കളാം, ഇപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം 1 മണിക്കൂറിനുള്ളിൽ 100 സെന്റിമീറ്റർ മഴ ലഭിക്കുവാണ്. അതാണ് പറയുന്നത്. ഇനി അടുത്ത നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് അത് വന്നത് ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖമാണ്. കാണ്ട്ല തുറമുഖം പഴയ പേരാണ്, പുതിയ പേരാണ് ദീൻ ദയാൽ തുറമുഖമാണ്, അല്ലെ? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് തുറന്നത് എവിടെയാണ്? ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖമാണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി ആൾക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ നൊമാഡ് ഗ്രാമം. അത് യാക്ടൺ എന്ന് പറയുന്ന സിക്കിമിലെ സ്ഥലമാണ്. യാക്ടൺ ഓർത്തുക, യാക്ടൺ ആണ് എന്ത്? നൊമാഡ് ഗ്രാമം. എന്താണ് നൊമാഡ് ഗ്രാമം? ഈ ഓൺലൈനിൽ ജോലി ചെയ്യുന്നവർക്ക് ഹിമാലയൻ പ്രദേശത്ത് തങ്ങി ജോലി ചെയ്യാനുള്ള സൗകര്യം. അതുപോലെ എന്ത് ചെയ്യാം? ആളുകൾക്ക് 2-3 മാസം അവിടെ താമസിച്ച് ജോലി ചെയ്യാനും സമയം ചെലവഴിക്കാനും കഴിയും. ഇതിലൂടെ എന്ത് ചെയ്യും? സിക്കിമിന്റെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ
വികസനം ഉണ്ടാകുകയും ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രോജക്റ്റ് സ്ഥാപിച്ചത്. അപ്പം നോക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നൊമാഡ് ഗ്രാമം യാക്ടൻ എവിടെയാണ്? സിക്കിമാണ് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. അവിടെ ബിംസ്റ്റെക്കിന്റെ പരമ്പരാഗതമായിട്ടുള്ള സംഗീതമേള ആദ്യത്തെ ആണ്. ബിംസ്റ്റെക്കിന്റെ പരമ്പരാഗത സംഗീതമേള എവിടെയാണ്? ന്യൂഡൽഹിയിലായിരുന്നു നടന്നത്. ഓഗസ്റ്റ് 4 ഈ ഒരു മേള നടന്നത്. ഇതിന്റെ തീം എന്താണെന്ന് നോക്കാം. സപ്തസുന്ദർ 7 നേഷൻ 1 മെലഡി എന്നായിരുന്നു. സപ്തസുന്ദർ 7 നേഷൻ 1 മെലഡിയാണ് ബിംസ്റ്റെക്കിന്റെ പരമ്പരാഗതമായിട്ടുള്ള ആദ്യത്തെ സമ്മേളന വേദി. എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി എന്താണ് ബിംസ്റ്റെക്ക്? അതിന്റെ ഫുൾ ഫോം പഠിച്ചു നോക്കാം. എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോപ്പറേഷൻ. ഒന്നുകൂടെ, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോപ്പറേഷൻ ആണ് സ്ഥാപിതമായത് 1997 എവിടെ? ബാങ്കോക്ക് ആണ് ഒരു ഡിക്ലറേഷനിലൂടെയായിരുന്നു ആദ്യമായിട്ട് സ്ഥാപിതമായത്. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചു വെക്കണേ. ധാക്കയാണ് ചോദിച്ചിട്ടുണ്ട്, PYQ ആണ്. ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയാണ്. ഇനി എത്ര രാജ്യങ്ങളുണ്ട്? 7 രാജ്യങ്ങളാണ്. ഏതൊക്കെയാ? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമർ, നേപ്പാള്, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. 7 രാജ്യങ്ങളാണ് വരുന്നത്. ഓർക്കുക, ഇതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളില്ല? ചൈനയില്ല, പാകിസ്ഥാൻ ഇല്ല, അഫ്ഗാനിസ്ഥാൻ ഇല്ല. ഓക്കെ, ഇനി അടുത്ത ബിംസ്റ്റെക്കിന്റെ എത്രാമത്തെ ഉച്ചകോടിയാണ്? 6ാമത്തെ ഉച്ചകോടിയാണ് നടന്നത്. എവിടെയായിരുന്നു? അത് ബാങ്കോക്ക് തായ്ലൻഡിൽ വെച്ചായിരുന്നു. 2025 ഏപ്രിൽ മാസമായിരുന്നു. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തതിലേക്ക് വരാം. ഇനി 2027 കൂടി എന്ത് ചെയ്ത്? ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്ന രോഗം പൂർണ്ണമായും വിമുക്തമാക്കുമെന്നാണ് ലക്ഷ്യം വെക്കുന്നത്. 2027 കൂടി ഇന്ത്യയിൽ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് രോഗത്തിന് പൂർണ്ണമായിട്ട് വിമുക്തി നേടുമെന്നാണ്. 2024 WHO നമുക്ക് ഇവിടെ ഒരു രോഗത്തിനെ നിർമ്മാർജ്ജനം ചെയ്ത് വിമുക്തമായിട്ട് പ്രഖ്യാപിച്ചു. അത് ഏതാണെന്ന് പഠിച്ചു വെക്കണം. അത് ട്രക്കോമയാണ്. ട്രക്കോമ ബാധിക്കുന്നത് എവിടെയാണ്? നേത്ര രോഗമാണ്. അപ്പൊ ആ പ്രഖ്യാപനം ഉണ്ടായ വർഷം എന്നാണ്? 2024. ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ പഠിച്ചു വെക്കണം. ദേശീയ റുബല്ല മീസിൽസ് ആൻഡ് റുബല്ല നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാമ്പയിൻ എന്നാണ്? ആ ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെക്കുന്നത് 2026 ഈ 2 രോഗങ്ങൾ ഏതൊക്കെയാണ്? മീസിൽസ്, റുബെല്ല നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? 2024 ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ട്രക്കോമ WHO എന്ത് ചെയ്ത്? വിമുക്തിയായിട്ട് പ്രഖ്യാപിച്ചു. WHO വിമുക്തിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി 2026 എന്താണ്? 26 നമ്മുടെ ഈ 2 രോഗങ്ങളെ മീസിൽസ്, റുബെല്ല നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലിംഫാറ്റിക് ഫൈലേറിയാസിസ് കണ്ടോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിംഫാറ്റിക് ഫൈലേറിയാസിസ് പൂർണ്ണമായിട്ട് വിമുക്തി നേടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനിയാണ് സിംഗണ്ടൂർ കേബിൾ സ്റ്റെയിൽ പാലം. ഓർത്തു വെക്കണേ, ഈ സിംഗണ്ടൂർ കേബിൾ സ്റ്റെയിൽ പാലം കർണാടകയിലാണ്. ഒന്ന് ഓർത്തുക, കർണാടകയിലാണ്. എന്താണെന്ന് പ്രത്യേകം നോക്കുക. കർണാടകയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റെയിൽ പാലമാണ് സിംഗണ്ടൂർ കേബിൾ സ്റ്റെയിൽ പാലം. അതുപോലെ തന്നെ ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയതാണ്. അപ്പം കർണാടകയിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയ പാലമാണ് സിംഗണ്ടൂർ കേബിൾ സ്റ്റെയിൽ പാലം. എവിടെയാണ്? കർണാടകയിലാണ്. ഇത് ന്യൂസിനകത്ത് എന്തുവാണ്, ഈ പാലവുമായിട്ട് കുറെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തതിലേക്ക് വരാം. അടുത്ത ഒക്ടാസമേരിയ ഗംഗ ബ്രിഡ്ജ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇത് എവിടെയാണെന്ന് ചോദിക്കാം. ഒക്ടാസമേരിയ ഗംഗ ബ്രിഡ്ജ് എവിടെയാണ്? ബീഹാറിലാണ്. എന്താണ് ഈ ഒരു ന്യൂസിനകത്ത്? അതായത് ഈ ബീഹാറിൽ ഇലക്ഷൻ വരികയാണ്. നരേന്ദ്രമോദി ബീഹാറിൽ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് പോയപ്പം ആ ഒരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു പാലമായിരുന്നു. ഏത്? സമേരിയ ഗംഗ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 2 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. 6 വരി പാതയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ജീനോം സീക്വൻസിംഗ് പ്രോജക്റ്റ് ഫോർ ട്രൈബൽസിന് വേണ്ടി ഒരു ജീനോം സീക്വൻസിംഗ് പ്രോജക്റ്റ് വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ജനിതക ഗവേഷണത്തിലൂടെ ഗോത്ര വിഭാഗങ്ങളുടെ ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുത്തുക എന്നാണ് ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം. ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ജീനോം സീക്വൻസിംഗ് പ്രോജക്റ്റ് ഫോർ ട്രൈബൽസ് വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്.
ഇനിയാണ് ത്രിഭുവൻ സർവകലാശാല. എന്താണ് ത്രിഭുവൻ സർവകലാശാലയുടെ പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ തലത്തിലുള്ള സർവകലാശാലയാണ് ത്രിഭുവൻ സർവകലാശാല. അതിനെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷായാണ്. ഇനി എവിടെയാണിത്? അത് ആനന്ദാണ്. ആനന്ദ് ഗുജറാത്തിലായിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള സർവകലാശാല ആരംഭിച്ചത് എവിടെയാണ്? ആനന്ദ്, ഗുജറാത്ത്. അതിന്റെ സർവകലാശാലയുടെ പേരെന്താണ്? ത്രിഭുവൻ സർവകലാശാല എന്നാണ്. നെക്സ്റ്റിലേക്ക് വരാം. ഇനി യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റ് 2025 വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. അപ്പം 44ാമത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട സ്ഥലം ഏതാണ്? മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ്. ഇത് 12 കോട്ടകൾ ചേർന്നിട്ടുള്ളതാണ്. അതിനകത്ത് 11 കോട്ടകൾ മഹാരാഷ്ട്രയിൽ നിന്നും ഒരു കോട്ട തമിഴ്നാട്ടിലുമാണ്. ജിഞ്ചി കോട്ടയാണ്. ഗിഞ്ചി കോട്ട എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓർത്തുക, 44ാമത് പൈതൃക കേന്ദ്രമാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ അടുത്തിടെ ഇടം പിടിച്ച 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് നാട്യശാസ്ത്രവും മറ്റേത് ഇതാണ് ഭഗവത്ഗീതയാണ്. ഓൾറെഡി PSC ഇത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ 14 ലിഖിതങ്ങളാണ് ഉള്ളത്. അതിനകത്തു നിന്നാണ് നാട്യശാസ്ത്രവും ഭഗവത്ഗീതയും ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തിലേക്ക് വരാം. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് രമൺ ഫെസ്റ്റിവൽ. അത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രമൺ ഫെസ്റ്റിവൽ. അത് ഉത്തരാഖണ്ഡിലാണ്. ഇനി അടുത്ത് റംസാർ സൈറ്റിലേക്ക് വരാം. 2025 റംസാർ സൈറ്റുകൾ അല്ലെ, 91 റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളത്. ഓർത്തുക, 91. അതിനകത്ത് പുതിയതായിട്ട് 2 റംസാർ സൈറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് കിച്ചൺ, രണ്ടാമത്തേതാ മിനർ വെറ്റ്ലാൻഡ് ആണ്. മിനർ വെറ്റ്ലാൻഡ് രണ്ടും രാജസ്ഥാനാണ്. പഠിച്ചു വെക്കുക, രണ്ടും രാജസ്ഥാനാണ്. 2 റംസാർ സൈറ്റുകളാണ്. ടോട്ടൽ 91 ഉണ്ട്. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ റംസാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു COPയുടെ കൺവെൻഷൻ നടന്നായിരുന്നു, ഒരു സബ്മിറ്റ് നടന്നായിരുന്നു. COP 50 റംസാറുമായിട്ട് ബന്ധപ്പെട്ടാണേ. അപ്പൊ അതിന്റെ ഉച്ചകോടി നടന്നത് 2025 ജൂലൈയിലായിരുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മുടെ സിംബാബ്വേയിൽ വെച്ചായിരുന്നു ഇതിന്റെ ഒരു കൺവെൻഷൻ നടന്നത്. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പരിസ്ഥിതി മന്ത്രി ആരാണ്? ഇന്ത്യയിലെ പരിസ്ഥിതി മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവ് ആണ് ഇതിനകത്ത് പങ്കെടുത്തത്. ഇനി അടുത്തൊരു അവാർഡാണ് വെറ്റ്ലാൻഡ് യൂസ് ഫോർ കാറ്റഗറി അവാർഡ്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വെറ്റ്ലാൻഡ് യൂസ് ഫോർ കാറ്റഗറി അവാർഡ് ആദ്യമായിട്ട് ലഭിച്ച ഇന്ത്യൻ വ്യക്തിയാണ് ജയശ്രീ വെങ്കടേശാണ്. വെറ്റ്ലാൻഡ് യൂസ് ഫോർ കാറ്റഗറി അവാർഡ് ലഭിച്ചത് ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ജയശ്രീ വെങ്കടേഷ്. ഓക്കെ, അപ്പം ഫെബ്രുവരി 2 ഇതിന്റെ ഫെബ്രുവരി 2 നമുക്ക് വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2 ഈ വർഷത്തെ തീം കൂടെ പഠിച്ചു വെക്കേ, പ്രൊട്ടക്ഷൻ വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഓക്കെ, നമ്മുടെ പൊതുഭാവിക്കായിട്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുകയാണ് 2025 തീം എന്ന കാര്യം അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗ്ലോബൽ വെറ്റ്ലാൻഡ് സിറ്റി നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വെറ്റ്ലാൻഡ് സിറ്റി നെറ്റ്വർക്ക് ലോകത്തിൽ 31 നഗരങ്ങളുണ്ട്. അതിനകത്തുനിന്ന് ഉൾപ്പെട്ടിട്ടുള്ള നഗരങ്ങൾ ഏതാണ്? ഉദയ്പൂർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇൻഡോർ മധ്യപ്രദേശാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. റംസാർ സൈറ്റിന്റെ കാര്യം 91 ഉണ്ട്. പുതിയതായിട്ട് 2 വന്നിട്ടുണ്ട്. എവിടേക്കാണ്? രാജസ്ഥാനിലെ കിച്ചണ്, മിനർ. 2 എവിടെയാണ്? രാജസ്ഥാൻ തന്നെയാണ്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ COPയുടെ കൺവെൻഷൻ, റംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട COPയുടെ കൺവെൻഷൻ എവിടെയാണ്? അത് വിക്ടോറിയ എവിടെയാണ്? സിംബാബ്വേയിലായിരുന്നു. അതിനെ റെപ്രസെന്റ് ചെയ്ത ആരാണ്? ഭൂപേന്ദ്ര യാദവ് ആണ്. വെറ്റ്ലാൻഡ് യൂസ് ഫോർ അവാർഡ് കാറ്റഗറി അവാർഡ് ലഭിച്ചത് ആരാണ്? ജയശ്രീ വെങ്കടേശാണ്. പ്രൊട്ടക്ഷൻ വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് ഇതിന്റെ തീമായിട്ടുള്ളത്. ഇനി അടുത്തതിലേക്ക് വെറ്റ്ലാൻഡ് സിറ്റീസ് നെറ്റ്വർക്ക്. അതിൽ 31 നഗരങ്ങളാണ് ലോകത്തുള്ളത്. അതിനകത്ത് ഉദയ്പൂർ രാജസ്ഥാനിൽ നിന്നും ഇൻഡോർ മധ്യപ്രദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള 2 നഗരങ്ങളാണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. അടുത്തതിലേക്ക് വരാം. ഗ്യാൻ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയാണ്? വില കുറഞ്ഞ നിരക്കില് പോസ്റ്റൽ സേവനങ്ങൾ ലഭിക്കുക, പോസ്റ്റൽ സേവനങ്ങൾ അയക്കാൻ വേണ്ടിയാണ്. എന്തിന്റെയാണ്? പുസ്തകങ്ങൾ. ഏതൊക്കെ ടൈപ്പിലുള്ള? വിദ്യാഭ്യാസ, സാംസ്കാരിക, മതപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള പുസ്തകങ്ങൾ വില കുറഞ്ഞ രീതിയിൽ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഗ്യാൻ പോസ്റ്റ്. അയക്കുന്നതിന് വേണ്ടി റേറ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പൊ ഗ്യാൻ പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക.
ഇനി അടുത്തിലേക്ക് ചിനാബ് റെയിൽവേ പാലത്തെ പറ്റിയുള്ള കാര്യമാണ്. നമുക്ക് ഓൾറെഡി പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ബക്കൽ ഗൗരി സ്ഥലങ്ങൾക്കിടയിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഇനി റിയാസി ജില്ല ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, ഇനി ചിനാബ് നദിയിലാണ് അല്ലെ. ചിനാബ് നദി എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയിലെ ഏറ്റവും വലിയ നദിയാണ് ചിനാബ് നദി. ഇനി ദൈർഘ്യം, ഈ പാലത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 1.3 കിലോമീറ്റർ ആണ്. 1.3 കിലോമീറ്റർ ആണ്. ഇനി ഇതിന്റെ ഉയരം എത്രയാണ്? 359 മീറ്റർ ആണ്. അല്ലെങ്കിൽ ഇവിടുന്നുള്ള ഉയരം എത്രയാണ്? 359 മീറ്റർ ആണ്. നമ്മുടെ ഈഫിൽ ടവറിന്റെക്കാളും ഉയരമുണ്ട് അല്ലെ. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള സിംഗിൾ ആർച്ച് റെയിൽവേ പാലമാണ് ചിനാബ് റെയിൽവേ പാലം എന്ന് പറയുന്നത്. ഇനി ഈ പദ്ധതി ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പ്രോജക്റ്റ് ആണ്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പ്രോജക്റ്റ് ആണ്. IITs, DRDO, അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നമ്മുടെ കൊങ്കൺ റെയിൽവേ എന്നിവയുടെ സഹകരണത്തിലാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. പഠിച്ചു വെക്കുക. ഇനി ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് അറിയണേ. 2025 ജൂൺ 6-നാണ്. 2025 ജൂൺ 6-നാണ് നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തേക്ക് വരാം. സോൻമർഗ് തുരങ്കത്തിൽ പുതിയൊരു ടണൽ രൂപയുടെ ഇസഡ് മോർ ടണൽ എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഇസഡ് മോർ ടണൽ. എന്താണ് ഇസഡ് മോർ ടണൽ എന്ന പേര് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉണ്ടായിരുന്ന ഇസഡ് ആകൃതിയിലുള്ള റോഡിനെ മാറ്റി സ്ഥാപിച്ചതിന് പകരം അവിടെ ടണൽ വന്നത് ഇസഡ് മോർ ടണൽ വന്നത് കേട്ടോ. ഇസഡ് ആകൃതിയിലുള്ള റോഡ് മാറ്റിയതിനാണ് ഇസഡ് മോർ ടണൽ വന്നത്. ഇനി ഉദ്ഘാടനം ചെയ്ത് 2025 ജനുവരിയിലാണ്. അപ്പൊ ഏത് കാലാവസ്ഥയിലും നമുക്ക് സോൻമർഗിലേക്ക് അല്ലെ യാത്ര ചെയ്യാൻ പറ്റും. ശൈത്യകാലത്തുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒരുവിധമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ ഈ ടണൽ വന്നതിലൂടെ നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ സോൻമർഗ് ടണൽ അല്ലെങ്കിൽ ഇസഡ് മോർ ടണൽ എവിടെയാണ്? ജമ്മു കാശ്മീരാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഇനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാണ്. എവിടെയാണ് വന്നത്? മഹാരാഷ്ട്രയിലാണ്. ഓർത്തു വെക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇനി എയി സബ്മിറ്റ് ആണ്. 2025 പാരീസിലായിരുന്നു എയി സബ്മിറ്റ്. ഫ്രാൻസിലെ പാരീസിൽ വെച്ചായിരുന്നു. നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വികസനത്തിന്റെ ആഗോള സഹകരണത്തിന് വേണ്ടിയാണ് ഈ ഒരു സബ്മിറ്റ് നടന്നത്. 2025 പാരീസ്. ഓർത്തു വെക്കണേ. ഇനി അടുത്ത് നമ്മുടെ പുതിയതായിട്ടുള്ള കടുവ കേന്ദ്രമാണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിലെ 58ാമത് കടുവ കേന്ദ്രമായിട്ട് വന്നത് ഏതാണ്? മാധവ് ദേശീയ ഉദ്യാനമാണ്. മാധവ് നാഷണൽ പാർക്കാണ്. എവിടെയാണ് മാധവ് നാഷണൽ പാർക്ക്? അത് മധ്യപ്രദേശിലാണ് കേട്ടോ. മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശ്. ഇനി മധ്യപ്രദേശിലെ എത്രയാമത്തെയാണ്? 9ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഓക്കെ, അപ്പൊ 58ാമത് മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്, 9ാമത്തെ കടുവ കേന്ദ്രമാണ്. നെക്സ്റ്റിലേക്ക് പോവാം. ഇനി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നദീ ഡോൾഫിനുകളുടെ ഒരു കണക്കെടുപ്പ് നടത്തുകയും അതിൽ പ്രകാരം എത്ര നദീ ഡോൾഫിനുകളുണ്ട്? 6327 നദീ ഡോൾഫിനുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുള്ള സംസ്ഥാനം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്, 2ാമത് ബീഹാർ, 3ാമത് പശ്ചിമ ബംഗാൾ, 4ാമത് ആസാം ആണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. അടുത്തിലേക്ക് പോവാം. ഇനി നവരത്ന കമ്പനികളുടെ എണ്ണമാണ്. നവരത്ന കമ്പനികളുടെ 26 നവരത്ന കമ്പനികളുണ്ട്. ആ നവരത്ന കമ്പനികളുടെ ഏതൊക്കെയാണ് പുതുതായിട്ട് ഉൾപ്പെട്ടത്? ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനുമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള നവരത്ന കമ്പനികൾ. നവരത്ന കമ്പനികൾ എത്ര ഉണ്ട്? 26. ഓക്കെ, അപ്പോൾ 2 സ്ഥാപനങ്ങൾ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും അതുപോലെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്തിലേക്ക് വരാം. അവിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഓടിച്ചെന്ന് നോക്കാം. 2025 ഏപ്രിൽ 22 പഹൽഗാമിലായിരുന്നു ഈ ഒരു അറ്റാക്ക് നടന്നത്. 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനകത്ത് 25 പേര് ഇന്ത്യയിൽ നിന്നും, ഒരാള് നേപ്പാൾ സ്വദേശിയുമായിരുന്നു. ദ റെസിസ്റ്റന്റ് ഫണ്ട് എന്ന് പറഞ്ഞ TRF എന്ന് പറയുന്ന സംഘടനയായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്ന. ലഷ്കർ ഇ തോയ്ബയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇതിനെതിരെ ഇന്ത്യ അറ്റാക്ക് നടത്തി. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഡേറ്റ് എന്നായിരുന്നു? 2025 മെയ് 7 ഡേറ്റ് പഠിച്ചു വെച്ചേക്കണേ. 2025 മെയ് 7 2025 മെയ് 7 പാകിസ്ഥാനിലും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുമായിട്ടായിരുന്നു ഈ ഒരു അറ്റാക്ക് നടന്നത്. ഏകദേശം 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചത്. അതിനകത്ത് 4 പാകിസ്ഥാനും 5 POK
കിലോ ആയിരുന്നു ഉള്ളത്. അപ്പൊ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എന്താണ് ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റാഫേൽ ജെറ്റ് വിമാനങ്ങൾ, സ്കാൽപ്പ്, ഹാമർ പോലുള്ള മിസൈലുകൾ യൂസ് ചെയ്യുന്നു. കാമികാസി ഡ്രോണുകൾ യൂസ് ചെയ്യുന്നു. പഠിച്ചു വെച്ചേക്കണ കാമികാസി ഡ്രോണുകൾ, സ്കാൽപ്പ്, ഹാമർ പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. ഇനി ഏകദേശം 23 മിനിറ്റ് ദൈർഘ്യം ഉണ്ടായിരുന്നു. ഇനി അടുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, വേൾഡ് ഗ്ലോബൽ ഏജ് ഫ്രണ്ട്ലി സിറ്റി 2025 അത് നമ്മുടെ കോഴിക്കോടാണ്. ഓക്കെ, WHO ഗ്ലോബൽ ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട്. നമ്മൾ കോഴിക്കോട് മറ്റൊരു നഗരം പഠിച്ചിട്ടില്ലേ? ഏതായിരുന്നു? സംഗീത നഗരമായിട്ട് പഠിച്ചത് കോഴിക്കോടായിരുന്നു അല്ലെ? സംഗീത നഗരമായിരുന്നു. ആൻസർ പറഞ്ഞേ, കമന്റ് ബോക്സിൽ ആൻസർ പറയണേ. ഓക്കെ, സാഹിത്യ നഗരമായിരുന്നോ സംഗീത നഗരമായിരുന്നോ? അപ്പൊ നോക്കാം, WHO ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് 2025 കോഴിക്കോടായിരുന്നു. അപ്പൊ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന നഗര വികസനത്തിന് വേണ്ടിയായിരുന്നു ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് വരാം. അവിടെ ജീനോം എഡിറ്റിംഗ് അല്ലെ, ജീനോം എഡിറ്റിംഗ് ഉപയോഗിച്ച് നെല്ല് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ജീനോം എഡിറ്റിംഗ് ഉപയോഗിച്ച് നെല്ല് വിത്തുകൾ വികസിപ്പിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. 2 വിത്തുകളാണ് എന്ത് ചെയ്ത് ഇതിലൂടെ വികസിപ്പിച്ചത്. TRR then 100 കമൽ എന്ന് പറയുന്നത്, പുഷ് DST റൈസ് എന്ന് പറയുന്ന 2 വിത്തിനങ്ങൾ എന്ത് ചെയ്ത് വികസിപ്പിച്ചായിരുന്നു. അപ്പം ഇതിനു വേണ്ടി പിന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൃഷി മന്ത്രി ആരാണ്? ഇത് പ്രഖ്യാപനം നടത്തിയ കൃഷി മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഓക്കെ, ഇനി സാച്ചിത് ആപ്പ്. എന്താണ് സാച്ചിത് ആപ്പ്? സാച്ചിത് ആപ്പ് എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി, പ്രകൃതി ദുരന്തങ്ങളുടെ സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ആപ്പാണ് സാച്ചിത് ആപ്പ്. നമുക്കറിയാം, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, കാട്ടുതീ, സുനാമി, അതുപോലെ മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആപ്പ് വികസിപ്പിച്ചെടുത്തത്. നെക്സ്റ്റിലേക്ക് വരാം. ഓക്കെ,